മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭയുടെ പാതയിലെ അറിയപ്പെടാത്ത വിശുദ്ധർ, ദി അൺനോൺ സെയിൻസ് ഓൺ ദി പാത്ത് ഓഫ് ലൈറ്റ് എന്ന നമ്മുടെ ഈ വലിയ ദൗത്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റുമുള്ള ലോകം അറിയാതെ പോയ, എന്നാൽ ദൈവത്തിന് മുൻപിൽ വലിയവരായ വിശുദ്ധരുടെ ജീവിതം പങ്കുവെക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിശബ്ദയുടെ വിശുദ്ധ എന്നറിയപ്പെടുന്ന വിശുദ്ധ കാതറിൻ ലാബോറിനെയാണ്. 1806 മെയ് 2 ഫ്രാൻസിലെ ഫെയിൻലെ മൗണ്ടിയേഴ്സ് എന്ന ഗ്രാമത്തിലാണ് കാതറിൻ ജനിച്ചത്. പിയറി ലാബോറിൻ്റെയും മാഗ്ദലീന ലൂയിസ് ഗൊണാൾഡിൻ്റെയും മകളായിരുന്നു അവൾ. 17 മക്കളുള്ള ആ വലിയ കുടുംബത്തിലെ 9ാമത്തെ കുട്ടിയായിരുന്നു അവൾ. കാതറിന് 9 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരണപ്പെട്ടു. ആ വേർപാടിൻ്റെ വേദനയിൽ മാതാവിൻ്റെ തിരുസ്വരൂപം നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഇനി അങ്ങാണെൻ്റെ അമ്മ എന്നവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞ ആ നിമിഷം അവളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് തുടക്കമായിരുന്നു. ആത്മീയതയുടെ ആ പിഞ്ചു കുരുന്നിൻ്റെ മനസ്സിൽ വീണ വിത്ത് പിന്നീട് ഒരു വലിയ വൃക്ഷമായി തന്നെ മാറി. പിന്നീട് തൻ്റെ പിതാവിൻ്റെ എതിർപ്പുകളെ മറികടന്ന് അവൾ പാരീസിലെ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സഭയിൽ ചേർന്നു. അവിടെ വെച്ചാണ് പരിശുദ്ധ അമ്മ അവൾക്ക് ദർശനം നൽകിയതും ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായ അത്ഭുത മെഡൽ അഥവാ മിറാക്കുലസ് മെഡൽ നൽകാൻ ആവശ്യപ്പെട്ടതും. എന്നാൽ ഈ വലിയ ദർശനങ്ങൾ ലഭിച്ചിട്ടും താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ 46 വർഷത്തോളം പാരീസിലെ ഒരു വൃദ്ധസദനത്തിൽ അവൾ നിശബ്ദമായി ശുശ്രൂഷ ചെയ്തു. തനിക്ക് ലഭിച്ച സ്വർഗീയ വെളിപാടുകൾ തന്റെ കുമ്പസാരക്കാരനോട് മാത്രം പറഞ്ഞ് മറ്റെല്ലാവരിൽ നിന്നും അത് രഹസ്യമായി സൂക്ഷിച്ച കാതറിൻ 1876 ഡിസംബർ 31 തന്റെ 70ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. പാരീസിലെ റൂഡേ ബാക്ക് ചാപ്പലിനാണ് അവളെ അടക്കം ചെയ്തത്. 1933 അവളുടെ കല്ലറ തുറന്നപ്പോൾ 57 വർഷങ്ങൾക്ക് ശേഷവും ശരീരം ഒട്ടുമഴുകാത്ത നിലയിൽ കണ്ടെത്തപ്പെട്ടു. ഇന്നും ആ പുണ്യ ശരീരം അവിടെ വണക്കത്തിനായി സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രശസ്തി ആഗ്രഹിക്കാതെ ദൈവഹിതത്തിന് മാത്രം മുൻഗണന നൽകിയ കാതറിൻ ലാബോറിന്റെ ജീവിതം നമുക്ക് വലിയൊരു പാഠമാണ്. അറിയപ്പെടാത്തവരായി ഇരുന്നുകൊണ്ട് തന്നെ ദൈവത്തിനായി വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കും സാധിക്കട്ടെ. വിശുദ്ധ കാതറിൻ ലാബോറിന് 3 പ്രാവശ്യത്തോളം പരിശുദ്ധ മാതാവിൻ്റെ ദർശനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്കും കാതറിൻ ലാബോറിനെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളിയിൽ മാതാവിൻ്റെ മാധ്യസ്ഥം തേടാം. എളിമയോടെ മറ്റുള്ളവരെ സേവിക്കാം. അങ്ങനെ പ്രഭയുടെ പാതയിൽ നമുക്ക് മുന്നേറാം. കാതറിൻ ലാബോറിനെ പിയൂസ് 12ാം മാർപ്പാപ്പ നിശബ്ദതയുടെ വിശുദ്ധ എന്ന് വിളിച്ച് വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാലും പരിശുദ്ധ കന്യാമറിയാത്തിന്റെയും സകല വിശുദ്ധരുടെയും, പ്രത്യേകിച്ച് ഈ നൊവേന വഴി ഞങ്ങൾ മധ്യസ്ഥം തേടുന്ന വിശുദ്ധ കാതറിൻ ലാബോറിന്റെ യോഗ്യതകളാലും ഞങ്ങളുടെ അപേക്ഷകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. ദയാനിധിയായ കർത്താവേ, അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ വർഷിച്ചാലും പ്രത്യേകമായ ഈ ആവശ്യങ്ങൾ അങ്ങേ കരുണയാൽ നിറവേറ്റിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.